JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം 2025 നടക്കുമ്പോൾ വൃശ്ചികൻ രാശിക്കാരായ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട ഈ നക്ഷത്രങ്ങളുടെ ഫലം എന്തായിരിക്കും, അവർക്ക് അനുഭവപ്പെടുന്ന ഗുണദോഷങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 7 ഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹത്തിനും പ്രാധാന്യമുണ്ടെങ്കിലും അതിൽ നിന്നും പ്രത്യേകമായ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാണ് വ്യാഴമെന്ന് കരുതുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ സുഖ സൗഭാഗ്യങ്ങൾ നൽകുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നതും വ്യാഴമാണ്. വ്യാഴം വിദ്യാഭ്യാസം, ബുദ്ധിപരമായ കഴിവുകൾ, ആത്മീയ ചിന്താഗതികൾ, ഐശ്വര്യം, ജീവിതത്തിൻ്റെ ഉയർച്ച, നല്ല കുടുംബജീവിതം, ഇതെല്ലാം വിജയത്തിലെത്താൻ ബുദ്ധിപരമായ കഴിവും വിവേചന ബുദ്ധിയും അത്യാവശ്യമാണ്. പരസ്പര വിശ്വാസം, സ്നേഹം, പുണ്യപ്രവർത്തികൾ തുടങ്ങിയവ ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും സന്താന ഗുണവും സന്താനങ്ങളുടെ സ്വഭാവവും ജീവിത വിജയവും എന്നിവ നിർണ്ണയിക്കുന്നതിലും വ്യാഴത്തിൻ്റെ പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ വ്യാഴത്തിന് പ്രാധാന്യമുണ്ട്. എത്ര പറഞ്ഞാലും പൂർത്തീകരിക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രാധാന്യം വ്യാഴത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു വീഡിയോ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വ്യാഴം എന്താണെന്നറിയാൻ, കൂടുതൽ മനസ്സിലാക്കാൻ അതുകൂടി കാണുക. ഈ വീഡിയോയിൽ 2025 മെയ് 14 വ്യാഴത്തിൻ്റെ രാശിമാറ്റം വൃശ്ചികൻ രാശിക്കൂറുകാരായ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നതാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് 2024 മെയ് 1 മുതൽ വ്യാഴം 7-ാം ഭാവമായ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്. 7-ാം ഭാവം കൊണ്ട് വിവാഹം, ദാമ്പത്യബന്ധം, ഭാര്യ ഭർത്താവ്, ആഗ്രഹം, കാമവികാരങ്ങൾ, ക്രയവിക്രയം, കാര്യസാധ്യം, സഞ്ചാരം, പുത്രഗുണം, നല്ല ശീലങ്ങൾ, ഔദാര്യ മനോഭാവം, അങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ശരീര സുഖവും അനുഭവ സമ്പത്തും ധനലാഭവും ബന്ധുഗുണവും ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കാര്യപ്രാപ്തിയും കളത്ര സുഖവും അങ്ങനെ പല ഗുണങ്ങളും ലഭിക്കുന്ന ഭാവമായ 7-ാം ഭാവത്തിൽ, അതായത് ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ മനസുഖവും ഈശ്വരാനുഗ്രഹവും അതുപോലെ പല കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴം പ്രേരിപ്പിക്കുകയും ചെയ്യും. 2024 മെയ് 1 മുതലുള്ള ഒരു വർഷക്കാലം പല കാര്യങ്ങളും നടത്താനും പൂർത്തീകരിക്കാനും സാധിക്കും. വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനും അതുപോലെ പലർക്കും വിവാഹം നടക്കാനുമുള്ള സാഹചര്യവും വരും. സന്താന കാര്യത്തിൽ വിഷമിക്കുന്നവർക്ക് സന്താന ഗുണവും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മുന്നേറാനുള്ള ഒരു പ്രചോദനവും വ്യാഴം നൽകും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടായിരുന്നവർക്ക് അത് മാറി സന്തോഷം ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഏത് കാര്യവും തന്മയത്വത്തോടെ മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. സാമ്പത്തിക മേഖലയിൽ, അതായത് ധനമിടപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ്സുകാർ, ചിട്ടിക്കമ്പനികൾ നടത്തുന്നവർ, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. വ്യാഴം സമ്പത്തിനെ അഥവാ ധനം ഇരിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ അപ്രതീക്ഷിത ധനലാഭത്തിന് നിധി കിട്ടുക, ലോട്ടറി അടിക്കുക എന്നൊക്കെ പറയാറുണ്ട്. വ്യാഴം ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കുകയും ദശാപഹാരം അനുകൂലമാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത പല ഗുണങ്ങളും വ്യാഴം നൽകും. അസാമാന്യ ബുദ്ധിശക്തി നൽകുന്ന വ്യാഴം ബുധൻ കൂടി നല്ല ഭാവത്തിൽ ബലവാനായി നിന്നാൽ മറ്റുള്ളവരാൽ ആദരിക്കുന്ന ഉന്നത നിലയിൽ എത്താനും സാധിക്കും. ബാങ്കിൻ്റെ മേലധികാരി, സാമ്പത്തിക രംഗത്ത് പേരെടുത്തവർ, സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ ഉന്നത സ്ഥാനത്തുള്ളവരുടെ ഉപദേഷ്ടാവ് തുടങ്ങി പല പ്രമുഖ സ്ഥാനങ്ങളും അലങ്കരിക്കാൻ വ്യാഴം സഹായിക്കും. നീതിബോധവും ധർമ്മബോധവും ദൈവാനുഗ്രഹവും നൽകുന്ന വ്യാഴം ഓരോ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ ഫലമായിരിക്കും നൽകുക. 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ച 22/4/2023 മുതൽ 2024 ഏപ്രിൽ വരെ സഞ്ചരിച്ച സമയം അത്ര മെച്ചമല്ലാത്ത അവസ്ഥയെ കാണിക്കുന്നതാണ്.
പാപഗ്രഹങ്ങളായ ശനിക്കും ചൊവ്വായ്ക്കും ആധിപത്യമുള്ള 6-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ പല കാര്യങ്ങളും തടസ്സപ്പെടാനും സാമ്പത്തിക ബാധ്യത വരാനും മനപ്രയാസവും സഞ്ചാരക്ലേശവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ആലോചനക്കുറവ് മൂലം ബുദ്ധിമോശവും ധനനഷ്ടവും സംഭവിക്കാനും ഇടയാകുന്ന ഒരു സമയമായിരുന്നു. വ്യാഴം നല്ല നിലയിൽ ജാതകത്തിലുള്ളവർക്കും നക്ഷത്രദശാകാലം അനുകൂലമായി നിന്നവർക്കും 2023, 2024 ഏപ്രിൽ വരെ വലിയ ഗുണമുണ്ടായില്ലെങ്കിലും ഒരുപാട് ദോഷമൊന്നും ഉണ്ടായി കാണില്ല. മറിച്ച് വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല പ്രയാസങ്ങളെയും നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിക്കാണും. ബന്ധുക്കളും ഗുരുജനങ്ങളും കുറ്റപ്പെടുത്തുകയും അകന്നു നിൽക്കുകയും ചെയ്യുക, ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗം നിർണയിച്ച് കണ്ടുപിടിക്കാൻ പോലും താമസം നേരിടുന്ന അവസ്ഥയുണ്ടാവുക, അങ്ങനെ വിഷമസ്ഥിതിയെയും തരണം ചെയ്താണ് 6-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരത്തെ അതിജീവിച്ചത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പല നല്ല അനുഭവങ്ങളും പ്രയാസങ്ങൾക്ക് ആശ്വാസവും ലഭിച്ച കാലമായിരുന്നു വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം. 2025 മെയ് 14 വ്യാഴം വൃശ്ചികം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2025 മെയ് 14 വരെ വ്യാഴത്തിൻ്റെ ഇഷ്ടരാശിയായ 7-ാം ഭാവത്തിൽ സഞ്ചരിച്ച് ചില ഗുണങ്ങളും നല്ല അനുഭവങ്ങളും ഒരുപാട് മെച്ചവും ഉണ്ടാക്കിത്തന്ന വ്യാഴം 2025 മെയ് 14 മിഥുനം രാശിയിലേക്ക്, ബുധൻ്റെ രാശിയിലേക്ക് കടക്കുമ്പോൾ അത് അഷ്ടമഭാവത്തിലേക്ക് മാറുകയാണ്. മിഥുനത്തിലെ വ്യാഴം ബന്ധുഗുണം, ഉന്നത സ്ഥാനം, വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം, സാമ്പത്തിക നേട്ടം, തൊഴിലിൽ മേന്മ ഇതെല്ലാം നൽകുന്ന രാശിയാണെങ്കിലും വ്യാഴത്തിൻ്റെ അഷ്ടമഭാവം ഫലത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കില്ല. കാരണം അഷ്ടമം ആയുസ്, രോഗം, കടം, അപമാനം, നഷ്ടം, തടസ്സം, വിദേശവാസം അഥവാ അന്യദേശവാസം, മനപ്രയാസം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ഭാവമാണ്. അഷ്ടമഭാവം അല്ലാതെ ബുധനും വ്യാഴവും ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റവും ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവുകയും ചെയ്യും. വൃശ്ചികൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ജോലി, വിദേശ പഠനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ മെച്ചമായ ചില ഗുണങ്ങളും ഉണ്ടാകും. അഷ്ടമത്തിലെ വ്യാഴം ആലോചനക്കുറവും ബുദ്ധിമോശവും ഉണ്ടാക്കുന്ന ഭാവമാണ്. ഗുരുജനങ്ങളും അതുപോലെ കാര്യങ്ങൾ നല്ലവണ്ണം അറിയാവുന്നവരുടെയും ബന്ധുക്കളുടെയും അഭിപ്രായമൊന്നും ആ സമയത്ത് നമ്മൾ കേൾക്കില്ല. എന്നാൽ മറ്റുള്ളവർ അവരുടെ ലാഭത്തിനു വേണ്ടി പറയുന്ന പ്രലോഭനങ്ങളിൽ വീണ് പല അബദ്ധങ്ങളും ഉണ്ടാക്കി വയ്ക്കുകയും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വരും. 8-ലെ വ്യാഴം ദൈവാധീനക്കുറവിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഈശ്വരാരാധനയിലൂടെ മുന്നോട്ട് പോവുക. സമയം അത്ര മെച്ചമല്ല എന്നും ഈശ്വരാധീനം കുറവുള്ള സമയമാണ് എന്നുമുള്ള ചിന്ത നമുക്ക് ഓരോ നിമിഷവും വേണം. കണ്ടകശനി ഒഴിഞ്ഞു കിട്ടി എന്ന് കരുതി മനപ്രയാസത്തിന് വലിയ കുറവൊന്നും 2025 മെയ് മാസം മുതൽ ഉണ്ടാകില്ല. അതിനാൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോയാൽ പല വിഷയങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാനും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകാതെ ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോയിലെല്ലാം തന്നെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുണവും ദോഷവുമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതും നിങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കാരണം ജ്യോതിഷം നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരികയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.